ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഫെബ്രുവരി 11 ലൂർദ് മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. ലൂർദ് മാതാവിനോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ നോമ്പ് നോക്കിയും പ്രാർത്ഥിച്ചുമൊക്കെ ലൂർദിലേക്ക് പോകാറുണ്ട്. കൂടുതലും രോഗികളാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. പോകുന്നത് പോലെ ആയിരിക്കില്ല അവർ പിന്നീട് തിരിച്ചു വരുന്നത്. അമ്മ അവരെ അനുഗ്രഹിക്കാതെ പറഞ്ഞു വിടാറില്ല. ലൂർദ് മാതാവിനോടുള്ള ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനു വേണ്ടിയുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു ദിവസം 9 തവണ വെച്ച് 9 ദിവസം ചൊല്ലി പ്രാർത്ഥിക്കണം. ലൂർദ് മാതാവ് നമ്മെ അനുഗ്രഹിക്കും, തീർച്ചയാണത്. ദിവ്യ വൈദ്യനാണ് ഈശോ. അവിടുന്ന് നമ്മുടെ ശാരീരികവും മാനസികവുമായ മുറിവുകളെല്ലാം ഉണക്കാൻ സന്നദ്ധനാണ്. പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ്യത്തിലൂടെയും നിരവധി രോഗസൗഖ്യങ്ങൾ അവിടുന്ന് ലോകത്തിന് പ്രദാനം ചെയ്യുന്നു. ലൂർദിൽ അനേകം അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളുമാണ് ഇതിനകം നടന്നിരിക്കുന്നത്. മെഡിക്കൽ സയൻസിനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള രോഗസൗഖ്യങ്ങൾ, ശാസ്ത്രത്തെ ഞെട്ടിച്ചു കളഞ്ഞ സൗഖ്യങ്ങൾ. ലൂർദ് മാതാവിനോട് വിശ്വസിച്ചാൽ നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാവിധ രോഗങ്ങളും വിട്ടുപോകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നമുക്ക് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധയും അനുഗ്രഹീതയുമായ കന്യകെ, ലൂർദിലെ ഗ്രോട്ടോയിൽ ഇടയബാലികയായ വിശുദ്ധ ബർണദീത്തയോട് അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ അമലോത്ഭവയാകുന്നു. ഏറ്റവും സൗന്ദര്യവതിയും മാധുര്യമുള്ളവളുമായ അമ്മേ, അമ്മയുടെ അമലോത്ഭവത്തെ ഞങ്ങൾ 1000 തവണ വാഴ്ത്തി പാടുന്നു. ഓ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, കാരുണ്യത്തിൻ്റെ മാതാവേ, രോഗികളുടെ ആരോഗ്യമേ, പാപികളുടെ സങ്കേതമേ, ദുഃഖിതരുടെ ആശ്വാസമേ, അമ്മ ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അറിയുന്നുവല്ലോ. അമ്മ അവയിലേക്ക് കാരുണ്യപൂർവ്വം നോക്കണമേ. ലൂർദിലെ ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടവളെ, ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ രോഗസൗഖ്യം പ്രദാനം ചെയ്യണമേ. അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ തേടുന്നു. ഞങ്ങളെ കൈവിടരുതേ. ഓ സ്നേഹമുള്ള അമ്മേ, അമ്മ ഞങ്ങളുടെ ഈ ആവശ്യം മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. സാധിച്ചു തരണമേ. അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരുന്ന ഈ നന്മകളെ പ്രതി ഞങ്ങളെ കാലവും അമ്മയോട് കൃതജ്ഞതയുള്ളവരായിരിക്കും. അമ്മയുടെ പുണ്യങ്ങൾ ഞങ്ങൾ അനുകരിക്കുന്നവരുമായിരിക്കും. ഓ ലൂർദിലെ മാതാവേ, ഈശോയുടെ അമ്മേ, അമ്മയ്ക്ക് അമ്മയുടെ പുത്രനുമേൽ ഭൂമിയിലെ പോൽ സ്വർഗത്തിലും സ്വാധീനമുണ്ടല്ലോ. ആ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥ്യം യാചിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ. ആമേൻ. 1858 ഫെബ്രുവരി 11 ഫ്രാൻസിലുള്ള ലൂർദ് ഗ്രാമത്തിലെ അക്ഷരാഭ്യാസമില്ലാത്ത 14 വയസ്സുകാരിയായി ബർണദീത്തായ്ക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷയായി. 18 പ്രാവശ്യം ബർണദീത്തായ്ക്ക് പ്രത്യക്ഷയായി. 9ാമത്തെ ദർശനത്തിൽ മാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് കൈകൊണ്ട് ഇളക്കി നോക്കി. ഉടനെ അവിടെ നിന്നൊരു ഉറവ പുറപ്പെട്ടു. ആ ചെളിവെള്ളം ബർണദീത്ത കോരി കുടിക്കുകയും സസ്യങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം 4ാം ദിവസം ആ ചെളിവെള്ളത്തിൽ കണ്ണു തേച്ചു കഴുകിയപ്പോൾ കല്ലുവെട്ടുകാരൻ ലൂയി ബൂറിയറ്റിന് കാഴ്ച ലഭിച്ചു. ദിനംപ്രതി ഈ ഉറവയിൽ നിന്നും 27,000 ഗ്യാലൻ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും അനുദിനം അനേകായിരങ്ങൾ ഈ ഉറവയിൽ നിന്നും കുടിച്ചും കുളിച്ചും സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. 1858 മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിവസം ബർണദീത്തയ്ക്ക് കാണപ്പെട്ടുകൊണ്ട് മാതാവ് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. 1854 ഡിസംബർ 8 9ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിനുള്ള സ്വർഗത്തിൻ്റെ അംഗീകാരമായി ഈ ദർശനം കണക്കാക്കപ്പെടുന്നു. പരിശുദ്ധ ലൂർദ് മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.